ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്ത ഒരു വീട്ടിലാണ്, റിയാസ് റെസിഡൻസ്. 2800 സ്ക്വയർ ഫീറ്റിൽ ഫുള്ളി കോണ്ടംപററി ഡിസൈനിലാണ് നമ്മൾ ഈ വീടിൻ്റെ കൺസെപ്റ്റും ഡിസൈനും ചെയ്തിട്ടുള്ളത്. നിയറസ്റ്റ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത വീടാണ്. കോഴിക്കോട് ഓമശ്ശേരിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നീളം കുറഞ്ഞ് വീതി കൂടിയൊരു പ്ലോട്ടിലാണ് ഈ വീടുള്ളത്. ഈ വീട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി റിയാസ് നമ്മളെ സമീപിക്കുന്ന സമയത്ത് ഒരു 4 BHK വീട് വേണം, 3000 സ്ക്വയർ ഫീറ്റിന് താഴെ ആയിരിക്കണം, ഒരു പ്രീമിയം സ്റ്റൈലിലായിരിക്കണം എനിക്ക് വീട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിനപ്പുറത്തേക്ക് എൻ്റെ പ്ലോട്ടിൻ്റെ റൈറ്റ് സൈഡിൽ, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് വലിയൊരു വയൽ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തു, ആ പ്ലോട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. പ്ലോട്ട് കുറച്ച് താഴ്ന്നിട്ടായിരുന്നു ഉള്ളത്. കുറച്ച് പിന്നീട് സോയിൽ ഫില്ല് ചെയ്ത് ആ ഹൈറ്റ് ഉയരം കൂട്ടിയതാണ്. അതിന് സൈഡിലായിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് മനോഹരമായൊരു വയൽ വരുന്നുണ്ട്. ഈ വയലിനെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അത്രയ്ക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു വയലിൽ നിന്നുള്ള കാറ്റായാലും പടിഞ്ഞാറ് വശത്ത് നിന്ന് വെളിച്ചമായാലും ഒക്കെ മാക്സിമം നമ്മൾ ഈ പ്രൊജക്റ്റിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കൺസെപ്റ്റൊക്കെ കാണുന്ന സമയത്ത് തന്നെ ആ ഒരു വയലിൻ്റെ ടച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വയലിൽ നിന്ന് വരുന്ന കാറ്റ്, ഈ മരങ്ങളൊക്കെ തഴുകി തലോടി വരുന്ന ഒരു വിൻഡ്, ആ വിൻഡിനെ നമ്മൾ പരമാവധി ഈ വീടിൻ്റെ ഉള്ളിലേക്ക് വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ നിന്ന് വരുന്ന സൺലൈറ്റ്, പടിഞ്ഞാറ് വശം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് സൺലൈറ്റ് ആ ഒരു സൈഡിൽ നിന്ന് അവൈലബിൾ ആണ്. ആ ഒരു സൺലൈറ്റിനെ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ നമ്മളൊരു വീടായാൽ മതി എന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. കയറി കിടക്കാൻ അല്ലെങ്കിൽ നമുക്ക് അന്തി ഉറങ്ങാൻ പറ്റിയൊരു സ്പേസ് എന്നുള്ള രൂപത്തിലായിരുന്നു ഒരു വീടിനെ കണ്ടത്. എന്നാൽ കാലം മാറി. ഇന്ന് നമ്മൾ ആംബിയൻസ് വളരെ പ്രധാനമാണ്. വീടിൻ്റെ ഉള്ളിലെ ആംബിയൻസ്, എക്സ്റ്റീരിയർ ആംബിയൻസ് ഒക്കെ വളരെ പ്രധാനമാണ്. നമ്മൾ ആംബിയൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ധാരാളം ലൈറ്റ്സ്, ഇൻറ്റീരിയറിൽ ധാരാളം കളേഴ്സ് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ പ്രൊജക്റ്റിൽ ചെയ്തത് ഈ ഇവിടുന്ന് വരുന്ന കാറ്റ്, സൺലൈറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള നാച്ചുറൽ ആംബിയൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഹായ്, എൻ്റെ പേര് ഋഷാൽ. ഇതെൻ്റെ വീടാണ്. എൻ്റെ ബ്രദറായിരുന്നു ഷാഹിദിനെ അപ്രോച്ച് ചെയ്തത്. ഈ വീട്ടിൽ ഞാൻ ഉൾപ്പെടെ, ഞാൻ, ബ്രദറ്, പിന്നെ സിസ്റ്റർ, ഉപ്പ അമ്മയാണ് താമസിക്കുന്നത്. വീതി കുറഞ്ഞ് നീളത്തിലുള്ള പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പിലാണ് നമ്മൾ വീട് അലൈൻ ചെയ്തിട്ടുള്ളത്. താഴെ വരുന്ന 2 ബെഡ്റൂമുകൾ നമ്മൾ വയലിനെ ഫേസ് ചെയ്തിട്ട് കൊടുത്തു. അവിടെയൊക്കെ നമ്മളൊരു പാറ്റിയോ സെറ്റ് ചെയ്തു. അവിടെയൊക്കെ നമ്മളൊരു ഫോയർ സെറ്റ് ചെയ്തു. അങ്ങനെ വീടിൻ്റെ ഒരു കോമൺ സ്പേസും അതുപോലെ ഒരു ഫാമിലി ഗ്യാതറിങ് സ്പേസും ഒക്കെ ലാൻഡ്സ്കേപ്പിൽ നമ്മൾ ആ ഒരു വയലിനെ അറ്റാച്ച് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമ്മൾക്കൊരു 8 മീറ്ററോളം മുറ്റം കിട്ടുന്നുണ്ട്. സൈഡിലും അത്യാവശ്യം മുറ്റം കിട്ടുന്നുണ്ട്. ഫുള്ളി ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കാമായ ഒരു സ്ഥലമാണ്. 12 സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു നെയ്ബറിൻ്റെ വീടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റോഡ് വിസിബിലിറ്റി ഈ വീടിന് കുറവാണ്. പ്രത്യേകിച്ച് ഒരു ഉള്ളിലേക്കാണ് ഈ വീട് വരുന്നത്. വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി വെഹിക്കിൾ ആക്സസിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ലെങ്തി സിറ്റ് ഔട്ടാണ്. ഒരു 5 മീറ്റർ എബോവ് ഈ സിറ്റ് ഔട്ടിൻ്റെ ലെങ്ത് വരുന്നുണ്ട്. വിടുത്തും 2 മീറ്റർ വിടുത്തും വരുന്ന സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വലിയ ഫാമിലി ആയതുകൊണ്ട് തന്നെ പുറമേ ഇരുന്ന് സംസാരിക്കാനൊക്കെ അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ട് വേണമെന്നുള്ളൊരു റിക്വയർമെൻറ്റ് ക്ലയൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഒരു മോഡേൺ തീമിലാണ് ഇതിൻ്റെ ഗേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു 140 സൈസിലാണ് ഇതിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന് ഫോയറിലേക്ക് കയറുന്ന ആ ഒരു മെയിൻ ഡോറ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഡോറ് തുറന്ന് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഈ വീടിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഫ്രണ്ടിൽ കാണുന്നത് ഒരു കോർട്ട്യാർഡാണ്. ഒരു വുഡൻ സ്റ്റെയർ അതിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ഫോമൽ ലിവിംഗ് ആണ് നമ്മൾ അലൈൻ ചെയ്തിട്ടുള്ളത്. ഒരു 2 സൈഡ് സോഫ, 6 സീറ്റർ സോഫ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടരികിലായി TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വുഡൻ കളർ മൈക്കയും വൈറ്റ് കളർ മൈക്കയും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ആ ഒരു സ്പേസ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അവിടേക്ക് TV വരാനുണ്ട്. ഫോമൽ ലിവിങ് നമ്മൾ ഡബിൾ ഹൈറ്റിൽ കൊടുത്തു.
പിന്നെ ഈ വീടിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത് ക്രോസ് വെന്റിലേഷൻ്റെ പോസിബിലിറ്റീസ് എത്രത്തോളം ഉണ്ടോ അതൊക്കെ നമ്മൾ ഈ വീട്ടിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫോമൽ ലിവിങ് നമ്മൾ ഡബിൾ ഹൈറ്റിലേക്ക് കൊണ്ടുവന്നത്. ഡബിൾ ഹൈറ്റിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് തന്നെ മുകളിൽ നമുക്കൊരു റൗണ്ട് വെന്റിലേഷൻ കൊടുക്കാൻ പറ്റി. അതുവഴി ഫോമൽ ലിവിങ്ങിലേക്ക് ധാരാളം സൺലൈറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡേ ടൈമിൽ ഫാനോ അല്ലെങ്കിൽ ലൈറ്റോ അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാറ്റും വെളിച്ചമൊക്കെ നന്നായിട്ട് കിട്ടുന്ന വീടാണ്. നമ്മൾ തിരിച്ച് വീണ്ടും ഫോയറിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഡൈനിങ് ഹാൾ കാണാം. നോർമലി നമ്മളൊരു സ്റ്റാൻഡേർഡ് സൈസായിട്ട് 3 മീറ്ററൊക്കെയാണ് അല്ലെങ്കിൽ 320 ഒക്കെയാണ് ഡൈനിങ്ങിൻ്റെ സൈസ് കൊടുക്കാറ്. നമ്മളിവിടെ ഒരു 360ലേക്ക് കൊണ്ടുപോയി അതിൻ്റെ അരികിലായിട്ട് നമുക്കൊരു സീറ്റിംഗ് സ്പേസ് കൊടുത്തു. അത്യാവശ്യം മോഡേൺ പ്രീമിയം ലെവലിലാണ് നമ്മൾ ആ ഡൈനിങ്ങിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫോൾ സീലിംഗ് ഒക്കെ ആ ഒരു ഡൈനിങ്ങിൻ്റെ ആംബിയൻസിനോട് ചേർന്നിട്ടാണ് അതിൻ്റെ കളറും അതിൻ്റെ മെറ്റീരിയലൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും ആ ഫോയർ കഴിഞ്ഞ് ആ ഒരു സ്റ്റെയർ കൊടുത്ത സ്റ്റെയർ ഏരിയയിലേക്ക് എത്തും. സ്റ്റെയറിൻ്റെ അടിയിൽ നമ്മളൊരു നാച്ചുറൽ കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ പ്ലാന്റുകളുണ്ട്. അതിനോട് ഉൾപ്പെടെ തന്നെ നമ്മൾ അതിന് അറ്റാച്ച്ഡ് ആയിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 3 ഏരിയയും ഒരു ട്രയാങ്കിൾ പാത്ത് വേ മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു ഫോമൽ ലിവിങ്ങും ഡൈനിങ് ഹാളും ഈ ഒരു സ്റ്റെയർ ഏരിയയും കൊടുത്തിട്ടുള്ളത്. 3 ഏരിയകളും 3 കോമൺ ഏരിയകളും ഈസി ആക്സസിബിൾ ആണ്. ഡോറുകളോ അല്ലെങ്കിൽ മറ്റു കൺജസ്റ്റഡ് ആയ ഏരിയകളോ ഇല്ലാതെ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ സ്റ്റെയർ ഏരിയയിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഈ ലെഫ്റ്റ് സൈഡിലാണ് ഈ വീട്ടിലെ 2 ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുള്ളത്. 4 മീറ്റർ സൈസ് വരുന്ന ബെഡ്റൂമുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ ഒരു വയലിനെ ഫേസ് ചെയ്തിട്ടാണ് 2 ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൺലൈറ്റും വിൻഡൊക്കെ ഈ ബെഡ്റൂമിൽ നന്നായിട്ട് അവൈലബിൾ ആണ്. ഈ 2 ബെഡ്റൂമുകൾക്കിടയിലൂടെ നമ്മളൊരു ഫോയർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ വയലിൽ നിന്നുള്ള കാറ്റ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ നിന്നുള്ള സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 മീറ്റർ വിടുത്തുള്ള ഒരു ലോങ് ഫോയർ, ലെങ്തി ഫോയർ നമ്മൾ ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ്. ആ ഫോയർ നേരെ ചെന്നെത്തുന്നത് ഒരു പാറ്റിയോയിലാണ്. ആ പാറ്റിയോ കടന്നു കഴിഞ്ഞാൽ സ്ലൈഡിംഗ് ഡോറ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പാറ്റിയോയിലെത്താം. പാറ്റിയോയിൽ നമുക്ക് നേരെ ലാൻഡ്സ്കേപ്പിലേക്കുള്ള എൻട്രിയാണ്. ആ ലാൻഡ്സ്കേപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാതറിംഗ് സ്പേസ് ഉണ്ട്. ഒരു ഫാമിലി ഗ്യാതറിംഗ് സ്പേസ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ഏരിയയെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ കോമ്പൗണ്ട് വാളിൽ തന്നെ ജാളി കാര്യങ്ങളൊക്കെ വെച്ചു. അതിനോടകം ഒരുപാട് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യൂ വളരെ മനോഹരമാണ്. വീട്ടിലിരിക്കുമ്പോൾ ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പാറ്റിയോയിലേക്ക് ഇറങ്ങിയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുള്ള സമയത്ത് നമുക്ക് ഈ പാറ്റിയോയിലേക്ക് ഇറങ്ങിയിരിക്കാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്കൊരു സെമി പ്രൈവറ്റ് ആയിട്ടുള്ള ഈ ഒരു പാറ്റിയോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മുറ്റത്ത് ധാരാളം മരങ്ങൾ, ഫ്രൂട്ട് ഉണ്ടാവുന്ന മരങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ധാരാളം മരങ്ങൾ ഇവിടെ കൊടുത്തിരുന്നു. കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ കൊടുത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൗസ് വാമിങ് കഴിഞ്ഞ് നമ്മൾ താമസം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടണം. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ കിച്ചണിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. പേസ്റ്റൽ കളേഴ്സ് മാത്രമാണ് കിച്ചണിൽ യൂസ് ചെയ്തത്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടൊരു സ്റ്റോർ റൂം ഉണ്ട്. എല്ലാ ഏരിയകൾക്കും പ്രത്യേകമായ സ്പേസുകൾ നമ്മൾ കൊടുത്തു. ഈ വീട് സൗത്ത് സൈഡിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സ്റ്റെയറും ആ ഒരു കോർട്ട്യാർഡൊക്കെ വന്നത് ഇതിൻ്റെ നോർത്ത് സൈഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ അവിടേക്കൊരു വെളിച്ചക്കുറവ് പോലെ നമുക്ക് ഫീൽ ചെയ്തു. നമ്മൾ ഈ സൈറ്റ് സ്റ്റഡി ചെയ്ത സമയത്ത് അവിടേക്കൊരു വെളിച്ചക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്റ്റെയറിൻ്റെ മുകളിൽ, ഡബിൾ ഹൈറ്റായി കിടക്കുന്ന സ്റ്റെയറിൻ്റെ മുകളിൽ സീലിങ്ങിൽ നമ്മൾ കുറച്ച് റൗണ്ട് ഓപ്പണിങ്ങുകൾ കൊടുത്തു. അതുവഴി ചെറിയ സൺലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ആയിട്ട് നമുക്ക് താഴേക്ക് കിട്ടുന്നുണ്ട്. ചെറിയ ഒരു 20 സെൻറ്റിമീറ്റർ വിടുത്തുള്ള റൗണ്ട്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിന് തൊട്ട് പുറകിലായിട്ട് നമുക്ക് ആ വാളിൽ തന്നെ ഒരു ലെങ്തി വിൻഡോ, ഫിക്സഡ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് മാത്രമാണ് നമ്മൾ അതിനോട് ഉദ്ദേശിക്കുന്നത്. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ അലൈൻ ചെയ്തിട്ടുള്ളത് 2 ബെഡ്റൂംസ് ആണ്. 2 ബെഡ്റൂംസും അറ്റാച്ച്ഡ് ആണ്. അതിലുപരി 2 ബെഡ്റൂംസിൽ നമ്മളൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ നമ്മൾ കോമൺ ബാൽക്കണി ആയിട്ട് കൊടുത്തിട്ടില്ല. 2 ബെഡ്റൂമിലും നമ്മൾ അറ്റാച്ച്ഡ് ബാൽക്കണി ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നോട് പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ റിയാസിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. ഞാനും ബ്രദറുമായിരിക്കും 2 ബെഡ്റൂം മുകളിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഈക്വൽ ഫെസിലിറ്റീസ് ആയിരിക്കണം 2 ബെഡ്റൂമുകളിലും എന്ന് പുള്ളി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ 2 ബെഡ്റൂമുകളിലും നമ്മൾ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഒരു ബാൽക്കണി നമ്മൾ വയലിനെ ഫേസ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്.
ഒരു ബാൽക്കണി നമ്മൾ ഫ്രണ്ടിലെ വെഹിക്കിൾ ആക്സസിനെ ഫേസ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവിടേക്ക് നമ്മളൊരു സ്റ്റീപ്പായിട്ടുള്ള ഷോവാളൊക്കെ കൊടുത്ത് ഒരു ബോക്സ് ടൈപ്പിലേക്ക് അതിൻ്റെ ബാൽക്കണി കൊണ്ടുവന്നിട്ടുണ്ട്. മുകളിലെ ബെഡ്റൂമിലെ ഫസ്റ്റ് ബെഡ്റൂം നോക്കുന്ന സമയത്ത് മനോഹരമായ ബെഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് സൈസിൽ നിന്ന് അധികമായിട്ടാണ് നമ്മൾ ആ ബെഡ്റൂമിൻ്റെ സൈസും കൊടുത്തിട്ടുള്ളത്. അതിന് അറ്റാച്ച്ഡായി ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, ഒരു സ്റ്റഡി ഏരിയ ഉണ്ട്. പുള്ളി വർക്ക് ചെയ്യാണ്, അതുകൊണ്ട് തന്നെ വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് വേണമെന്ന് പറഞ്ഞിരുന്നു. അത് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ബെഡ്റൂമിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെയും നമ്മൾ അത്തരം ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് സിമ്പിൾ കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ബെഡ്റൂം ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് സ്പേസ് ആയാലും അതിൻ്റെ മൈക്ക ലാമിനേറ്റ്സ് ആയാലും ഒക്കെ ലൈറ്റ് കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മളൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഈ ബാൽക്കണിയാണ് റോഡിനെ ഫേസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബാൽക്കണി. ഈ 2 ബാൽക്കണി ഉള്ളതുകൊണ്ട് തന്നെ കോമൺ ബാൽക്കണി ആയിട്ട് മറ്റൊരു സ്പേസ് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് തീരുമാനിക്കുകയായിരുന്നു. മുകളിൽ നമ്മൾ പ്രത്യേകിച്ചൊരു വലിയ ഹാളോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ചെറിയൊരു ബ്രിഡ്ജ് ടൈപ്പ് ഫോയർ പോലെ കൊടുത്തു. അതിന് റൈറ്റ് സൈഡിൽ ഡബിൾ ഹൈറ്റ് ആണ്, ലെഫ്റ്റ് സൈഡിൽ ഡബിൾ ഹൈറ്റ് ആണ്. വലിയ ഹാളുകളോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വലിയ സ്പേസുകളോ ആയിട്ട് നമ്മൾ സ്ഥലം മുടക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാതെ മാക്സിമം ഏരിയകൾ ഡബിൾ ഹൈറ്റ് ആക്കി കൊടുത്തു. മുകളിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫോയർ, ഒരു ബ്രിഡ്ജ് ടൈപ്പ് ഫോയർ സെറ്റ് ചെയ്ത് കൊടുത്തു. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഡേ ടൈമിലാണ്. എനിക്ക് ഈ വീടിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ വീട്ടിൽ എത്രത്തോളം നമ്മൾ നാച്ചുറൽ ലൈറ്റുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവും.